السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അങ്ങേയറ്റം മഹബത്ത് വെക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ നമ്മൾ എല്ലാവരേക്കാളും മഹബത്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ പലരും പലരെയും മഹബത്ത് വെക്കുന്നു. നമ്മൾ നമ്മുടെ നഫ്സിനെ തന്നെ മഹബത്ത് വെക്കുന്നു. അതുപോലെ നമ്മുടെ മക്കളെ, ഭാര്യമാരെ, മാതാപിതാക്കളെ, സമ്പത്തിനെ, സ്നേഹജനങ്ങളെ, ഇങ്ങനെ ഒരുപാട് ആളുകളുമായി നമ്മുടെ മഹബത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ കൂടുതലായി അള്ളാഹിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കുമ്പോഴേ നമ്മുടെ ഈമാൻ പരിപൂർണതയിലെത്തും. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല എന്ന് വെച്ചാൽ പരിപൂർണത മുഅ്മിനാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാകുന്നത് വരെ, മിൻ വാലിദിഹി, അവൻ്റെ ഉമ്മാനേക്കാളും ബാപ്പയേക്കാളും മാതാപിതാക്കളെക്കാളും, വവുൽദിഹി, അവൻ്റെ മക്കളെക്കാളും, വന്നാസി അജ്മഈൻ, ജനങ്ങൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി, അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഞാനാകുന്നത് വരെ നിങ്ങളിലാരും മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 കാര്യം ഒരാളിലുണ്ടായാൽ അവൻ ഈമാനിൻ്റെ മാധുര്യം എത്തിച്ചു. ഈമാനുണ്ട്, പക്ഷെ ഈമാൻ്റെ മധുരം, അതിൻ്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ 3 കാര്യം ഒരാളിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പറയുന്നത്, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും അവൻ്റെ റസൂലും അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കണം. മിമ്മാ സിവാഹുമാ, അള്ളാഹും റസൂലും അല്ലാത്ത എല്ലാത്തിനേക്കാളും, അള്ളാഹും റസൂലും അല്ലാത്ത എല്ലാത്തേക്കാളും അവനിക്ക് ഏറ്റവും മഹബത്ത് അള്ളാഹിനോടും റസൂലിനോടുമായിരിക്കണം. അപ്പോഴാണ് ഈമാനിൻ്റെ മധുരം അവനക്ക് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ, തങ്ങൾ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് എല്ലാ വസ്തുക്കളെക്കാളും. ഇല്ലാ നഫ്സിയല്ലതീ ബൈന ജംബയ്യ, എൻ്റെ ഈ 2 സൈഡിലായിട്ടുള്ള എൻ്റെ ഈ ശരീരമുണ്ടല്ലോ, അതൊഴിച്ച്.
അതാണ് എനിക്ക് തങ്ങൾ ചോദിച്ചാൽ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള തങ്ങളെക്കാണ് എനിക്ക് മെഹബത്ത് എൻ്റെ നെഫ്സിനോടാണ്. അതൊഴിച്ച് മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും തങ്ങളാണ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞത്, ലൻ യുഅ്മിന അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, ഒരാളും ഞാൻ അവനിലേക്ക് അവൻ്റെ സ്വന്തം നഫ്സിനേക്കാളും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ ഒരാളും മുഅ്മിനാകൂല എന്നാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലദീ അൻസല അലൈക്കൽ കിതാബ്, തങ്ങളെ മേലെ കിതാബ് ഇറക്കി അള്ളാഹനെ തന്നെ സത്യം, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി അല്ലതി ബൈന ജംബയ്യ, തങ്ങൾ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ നഫ്സിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ആന യാ ഉമർ, ഇപ്പോഴേ ഈമാൻ റെഡി ആയിട്ടുള്ളൂ എന്ന്. അപ്പം എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ കൂടുതൽ മെഹബത്ത് വെക്കണം. അള്ളാഹിൻ്റെ പടപ്പുകളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെഹബത്ത് വെക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് എന്ന് ഈ ഉദ്ധരണികളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാൽ അത് സൃഷ്ടാവ് എന്ന നിലക്ക്, നമ്മുടെ ഇലാഹ് എന്ന നിലക്ക് നമ്മളെ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെയാണ് നമ്മൾ കൂടുതൽ മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്. ഇലാഹ് എന്ന നിലക്ക്, നമ്മുടെ സൃഷ്ടാവ് എന്ന നിലക്ക്, നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ സംരക്ഷിച്ചു, പോറ്റി വളർത്തി, നമുക്ക് റിസ്ക് നൽകി, ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന റബ്ബ്, ആ റബ്ബിനെയാണ് നമ്മൾ കൂടുതൽ മെഹബത്ത് വെക്കേണ്ടത്. റബ്ബ് എന്ന നിലക്ക്, സൃഷ്ടാവ് എന്ന നിലക്ക്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ മെഹബത്തുള്ളവരാണ്, ഏറ്റവും കടുപ്പത്തിന് മെഹബത്തുള്ള ആളുകളാണ് അള്ളാഹുവിനോട് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് സൃഷ്ടാവ് എന്ന നിലക്കാണ്. എന്നാൽ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെഹബത്ത് വേണ്ടത് അള്ളാഹിൻ്റെ റസൂല്, അള്ളാഹിൻ്റെ ഹബീബ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ ആണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം കൽബിലുണ്ടാകുന്നൊരവസ്ഥയാണല്ലോ സ്നേഹം എന്ന് പറഞ്ഞത്. സ്നേഹം എന്ന് പറയുന്നത് കൽബിൻ്റെ അകത്തുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് രൂഢമൂലമാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിശ്വാസവും എല്ലാം റെഡിയാവും. അതനുസരിച്ച് എത്ര കണ്ട് മെഹബത്തുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിത്തീരുക. അതതിൻ്റെ പ്രകടനമാണ്. അതിനാണ് നമ്മൾ സ്നേഹപ്രകടനം എന്ന് പറയുന്നത്. അപ്പം സ്നേഹപ്രകടനം ഉണ്ടാവണം, പക്ഷെ അത് അല്ലാഹു റസൂലിനെ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലൂടെ ആയിരിക്കണം. അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, അവർ ഇഷ്ടപ്പെടുന്ന കാര്യം പറയുക, അവർ നമ്മോട് നിർദ്ദേശിച്ച കാര്യം വിശ്വസിക്കുക. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ആ വിശ്വാസം ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനമായി പലതും നമുക്ക് സംഭവിക്കാനുണ്ട്, നമ്മളിൽ നിന്ന് സംഭവിക്കും. അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ആളെപ്പറ്റി പറയാൻ നമുക്ക് 100 നാവുണ്ടാവും. നമ്മളെ അമ്മാനും ബാപ്പാനും നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഉമ്മാനും ബാപ്പാനും നമ്മളെ പറ്റി പറയാൻ നമുക്ക്
വളരെ സന്തോഷമായിരിക്കും അത് കാര്യം. അതുപോലെ നമ്മളെ ഉസ്താദിനെ നമ്മളെ സ്നേഹിക്കുന്നതിന് ആ ഉസ്താദിനെ പറ്റി പറയാൻ നമുക്ക് വളരെ സന്തോഷമായിരിക്കും, ആനന്ദകരമായിരിക്കും. അപ്പം അതുപോലെ അതിലപ്പുറമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാനും അവരെപ്പറ്റി മദഹ് പറയാനും അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ ആവേശത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, പ്രകടനമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യുക. അള്ളാഹു എത്രയാണ് പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിനെ മദഹ് ചെയ്തിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂല് തന്നെ എത്രയാണ് നമുക്ക് അവിടുത്തെ മദഹുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. സഹാബത്ത് എത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് സൗകര്യം പോലെ നമുക്ക് വരുന്ന ക്ലിപ്പുകളിൽ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ മാസത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സ്നേഹപ്രകടനങ്ങളും അതിനുള്ള നിമിത്തമായി അള്ളാഹു തആല മാറ്റട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാ. എൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിക്കണേ അല്ലാ. അത് കാരണമായി ഞങ്ങളെ വിശ്വാസം നീ പരിപൂർണമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെയും നിൻ്റെ ഹബീബിൻ്റെയും പൊരുത്തത്തിലായി നീ നീട്ടിത്തരണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ അസുഖങ്ങൾ, ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ അസുഖങ്ങൾ എല്ലാം നീ പരിപൂർണമായി ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഫലസ്തീൻ ജനതയുടെ അവസ്ഥ റബ്ബേ ഞങ്ങൾ നിനക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ റബ്ബേ. വളരെ കഷ്ടമാണ് റബ്ബേ. അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾ എല്ലാ സ്ഥലത്തും ഭീഷണിയിലാണ് റബ്ബേ. നീ സലാമത്ത് നൽകണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.